വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷ കലുഷിതമാകുന്നതിന്റെ സൂചനയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഭീഷണികൾ മുഴക്കി പോരടിക്കുകയാണ് ഇറാനും ഇസ്രായേലും. ഇറാൻ അവരുടെ ഓപ്പറേഷൻ 2 Promise 3 അതിന്റെ ശക്തമായ രീതിയിൽ തന്നെ നടപ്പിലാക്കുമെന്ന് ആവർത്തിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC അതിന്റെ ജനറൽ ഇബ്രാഹിം ജബാരിയിൽ നിന്നാണ് ഏറ്റവും പുതിയ ഭീഷണി വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇറാൻ അവരുടെ ഓപ്പറേഷൻ 2 Promise 3 നടപ്പിലാക്കുന്നതിലൂടെ ഇസ്രായേലിനെ നശിപ്പിച്ച് നാമാവശേഷമാക്കുമെന്നാണ്. ഓപ്പറേഷൻ 2 Promise 3 കൃത്യസമയത്ത് വളരെ കൃത്യതയോടെ ഇസ്രായേലിനെ നശിപ്പിക്കാനും ടെല്ലവീവിനെയും ഹൈഫയെയും നിലപരിശാനും പര്യാപ്തമായ അളവിൽ നടപ്പിലാക്കിയിരിക്കുമെന്നാണ് മേജർ ജനറൽ ജബാരി മുന്നറിയിപ്പ് നൽകുന്നത്. ഇസ്രായേൽ വിദേശകാര്യമന്ത്രി അതിനോട് പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു: ജൂതജനത ചരിത്രത്തിൽ നിന്നും എന്തെങ്കിലും പാഠം ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇതാണ്. നിങ്ങളുടെ ശത്രു തന്റെ ലക്ഷ്യമായി നിങ്ങളെ ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞാൽ അവര് വിശ്വസിക്കും. ഞങ്ങൾ തയ്യാറാണ്. ഒരാഴ്ചക്കുള്ളിൽ ഉന്നത IRGC ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള മൂന്നാമത്തെ ഭീഷണിയാണ് ഇസ്രായേലിന് നേരെ നടക്കുന്നത്. 2024 ഏപ്രിൽ ഒക്ടോബർ മാസങ്ങളിൽ ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് ഇസ്രായേലിനെതിരെ ആസൂത്രണം ചെയ്യപ്പെട്ട മൂന്നാമത്തെ ആക്രമണ പദ്ധതി ഓപ്പറേഷൻ 2 Promise 3 അതിന്റെ ഭാഗമായി ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് IRGCയുടെ ഡെപ്യൂട്ടി കമാൻഡറായ ബ്രിഗേഡിയർ ജനറൽ അലി ഫദാവിയും IRGCയുടെ എയറോസ്പേസ് ഫോഴ്സിന്റെ കമാൻഡറായ ബ്രിഗേഡിയർ ജനറൽ അമീർ അലി ഹജിസാദയും സമാനമായ പ്രസ്താവനകൾ ഇറക്കിയിരുന്നു. അടുത്തിടെയായി ഇറാന്റെ മിസൈൽ ഉത്പാദനം ഗണ്യമായി വർദ്ധിച്ചതായും ചൈനയിൽ നിന്നും 1000 ടൺ റോക്കറ്റ് ഇന്ധനവും മറ്റും ഇറക്കുമതി ചെയ്തതായും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. കൂടാതെ തന്ത്രപ്രധാനമായ തെക്കൻ സമുദ്രത്തിലെ അമേരിക്കൻ ഡിസ്ട്രോയറുകളെ ലക്ഷ്യം വെക്കാൻ എന്ന നിലയിൽ ഒരു ഭൂഗർഭ മിസൈൽ താവളവും ഇറാൻ പ്രദർശിപ്പിച്ചിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ US ഇസ്രായേൽ സഖ്യത്തിന്റെ ഏറ്റവും അനുയോജ്യമായ സമയം ഇതാണെന്ന് അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റിയിലെ മുൻ ഗവേഷണ മേധാവിയായ കോളിൻ വിൽസനെ ഉദ്ധരിച്ച് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. MF വിൽസനെ ഉദ്ധരിച്ച് ജെറുസലേം പോസ്റ്റ് പറയുന്നത് ഹിസ്ബുള്ളയും ഹമാസും ഇനി ഇസ്രായേലിന് ഭീഷണിയെ അല്ല എന്നാണ്. മാത്രമല്ല ഇറാന്റെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് നാശത്തിലാണ് എന്നാണ്. ഇറാന്റെയും സിറിയയുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇറാന്റെ മിസൈൽ ശേഷി ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. ഒന്നിലധികം ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ ആയുധ ഗ്രേഡ് യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ ഇറാന് നിഷ്പ്രയാസം കഴിയുമെന്നാണ് മിസ്റ്റർ വിൻസൻ ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഇറാനിയൻ പൊട്ടിത്തെറി കണ്ടെത്താൻ ഇന്റലിജൻസിനെ ആശ്രയിക്കുന്നത് ഇനി പ്രായോഗികമല്ലെന്നും ഇറാന്റെ ആണവ പദ്ധതിക്കെതിരെ ഇസ്രായേലും അമേരിക്കയും നിർണായകമായ സൈനിക നടപടി സ്വീകരിക്കേണ്ട സമയം ഇതാണെന്നുമാണ് മിസ്റ്റർ വിൻസ്റ്റൺ വാദിക്കുന്നത്. ഇറാൻ യുറേനിയം 60% സമ്പുഷ്ടീകരിക്കുന്നുണ്ടെന്നും ഇത് ആണവായുധത്തിലേക്കുള്ള ഇറാന്റെ ദൂരം കുറക്കുന്നുണ്ടെന്നുമാണ് മിസ്റ്റർ വിൻസ്റ്റന്റെ ലേഖനം ഉദ്ധരിച്ച് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം ഒരാഴ്ചക്കുള്ളിൽ ഇറാന് ആയുധ ഗ്രേഡ് യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ്. ഒരാഴ്ചക്കുള്ളിൽ ഇറാന് ആയുധ ഗ്രേഡ് യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഏതൊരാക്രമണവും മേഖലയിൽ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന് കാരണമാകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മുമ്പ് പറഞ്ഞിരുന്നു. ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുക എന്നത് അമേരിക്ക ചെയ്യുന്ന ചരിത്രപരമായ തെറ്റുകളിൽ ഏറ്റവും വലുതായിരിക്കുമെന്ന് അരാഗ്ചി അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നതാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേലിന്റെ ഒരു മുൻകൂർ ആക്രമണം ഈ വർഷം പകുതിയിൽ ഉണ്ടാകുമെന്ന് നിരവധി ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റും റിപ്പോർട്ട് ചെയ്യുന്നു. ചുരുക്കത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമിക്കുകയും അതുവഴി ഇറാനിൽ നിന്നുള്ള ഭീഷണിയും ഇല്ലാതാക്കുക എന്നത് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. നിലവിൽ ഗസ, ലബനൻ, സിറിയ ഇവിടങ്ങളിൽ നിന്നുള്ള ഭീതി ഇസ്രായേൽ ഇല്ലാതാക്കിയിരിക്കുന്നു. ഇനി ഇറാനാണ് ഇസ്രായേലിന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന രാജ്യം. ആ നിലയ്ക്ക് ഇറാനെ ഇല്ലാതാക്കേണ്ടത് ഇസ്രായേലിന്റെ ആവശ്യമാണ്. പക്ഷെ അതിന് അമേരിക്ക കൂടി വേണം ഇസ്രായേലിന്. ആ ഒരു പിന്തുണ കിട്ടാൻ കെണിഞ്ഞ് ശ്രമിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ. അമേരിക്കയുടെ ആ ഒരു പച്ചപ്പൊടി വീശിക്കഴിഞ്ഞാൽ ഇസ്രായേൽ ഏത് നിമിഷവും ഇറാനെ ആക്രമിക്കും.
അത് ഏത് നിലക്കുള്ള മാറ്റങ്ങളാണ്, ഏത് നിലക്കുള്ള നാശനഷ്ടങ്ങളാണ് പശ്ചിമേഷ്യയിൽ ഉണ്ടാക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്.